ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്നുള്ള പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വൈ ആർ റിക്കീസ് ഹാബിറ്റ്സ് ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലവൻലി? സ്ലവൻലി എന്ന് വെച്ചാൽ വൃത്തിയില്ലാത്തത് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ റിക്കിയുടെ ചില കാര്യങ്ങൾ, അവൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ വൃത്തിയില്ലാത്തതാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവൻ്റെ ഏത് സ്വഭാവത്തെയാണ് ഇവിടെ പറയുന്നത്? റിക്കീസ് ഹാബിറ്റ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലവൻലി ബിക്കോസ് ഹി വാസ് വെരി അൺടൈഡി. അവൻ ഒട്ടും ശ്രദ്ധയില്ലാതെ ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആൻഡ് കെയർലെസ് വിത്ത് ഹിസ് ബിലോങ്ങിങ്സ്. അവൻ്റെ സാധനങ്ങൾ, അവൻ്റേതായ വസ്തുക്കൾ അവൻ ഒട്ടും ശ്രദ്ധിക്കാതെ അശ്രദ്ധമായിട്ടാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഓഫൻ ത്രോയിങ് ദം ഓൾ ഓവർ ദ പ്ലേസ് ആൻഡ് നോട്ട് ഹെൽപ്പിംഗ് മച്ച് വിത്ത് ഹൗസ് ഹോൾഡ് ചോർസ്. അപ്പോൾ അവൻ്റെ വസ്തുക്കൾ അവന് തോന്നിയ സ്ഥലങ്ങളിലൊക്കെ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം റിക്കിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വീട്ടിലെ ഒരു കാര്യത്തിലും അവൻ സഹായിക്കാറില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ റിക്കിയുടെ സ്വഭാവം അല്ലെ അത് സ്ലവൻലി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഹൗസ് ഹോൾഡ് ചോർസ് ഡിഡ് ദ ബട്ട്ലർ റോബോട്ട് ടേക്ക് ഓവർ? ഈ പുതുതായി വീട്ടിലേക്ക് വന്ന ഈ ഒരു റോബോട്ട് എന്തെല്ലാം കാര്യങ്ങളാണ്, വീട്ടിലെ എന്തെല്ലാം ജോലികളാണ് ഏറ്റെടുത്തത്? ദ ബട്ട്ലർ റോബോട്ട് ടുക്ക് ഓവർ വേരിയസ് ഹൗസ് ഹോൾഡ് ചോർസ് ഇൻക്ലൂഡിങ് കുക്കിംഗ്. അപ്പോൾ അത് ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ, ഒന്ന് ഭക്ഷണം പാകം ചെയ്യുക, അതുപോലെ ക്ലീൻ ചെയ്യുക, അതുപോലെ അയൺ ബോക്സ് ഉപയോഗിച്ച് തുണിയെല്ലാം തേക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഫോർ റിക്കി, പിക്കിംഗ് അപ്പ് ഹിസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. റിക്കിയെ സംബന്ധിച്ചിടത്തോളം റോബോട്ട് ചെയ്ത ഒരു പ്രധാന ഹെൽപ്പ് എന്ന് പറയുന്നത് അവൻ്റെ സാധനങ്ങൾ, അവൻ അവിടെയും ഇവിടെയും ഒക്കെ വലിച്ചെറിഞ്ഞ സാധനങ്ങൾ എടുത്ത് വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദി ഓഥർ മീൻ ബൈ ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്? അപ്പോൾ കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം കയ്യോടെ അല്ലെങ്കിൽ തെളിവോടെ പിടികൂടുക എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ റിക്കി കയ്യോടെ പിടികൂടിയത്? ബൈ ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് ദി ഓഥർ മീൻസ് ദാറ്റ് റിക്കി സോ ദ റോബോട്ട് ഇൻ ദ ആക്ട് ഓഫ് പിക്കിംഗ് അപ്പ് ഹിസ് ക്ലോത്ത്സ്. അതായത് തൻ്റെ കാണാതാവുന്ന വസ്ത്രങ്ങൾ അത് റോബോട്ട് തന്നെ എടുക്കുന്നത് അവൻ നേരിട്ട് കണ്ടു, കയ്യോടെ പിടികൂടി. വിച്ച് കൺഫേംഡ് ഹിസ് സസ്പീഷൻസ് ദാറ്റ് ദ റോബോട്ട് വാസ് ദ വൺ മൂവിങ് ആൻഡ് ടൈഡിയിങ് ഹിസ് തിങ്സ്. അപ്പോൾ അതിൽ നിന്ന് അവൻ്റെ ആ പഴയ ഒരു സംശയം, റോബോട്ടാണ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് എന്നുള്ള അവൻ്റെ സംശയം, അത് അവനിപ്പോൾ ഉറപ്പിച്ചു. ഇനി നാലാമത്തെ ചോദ്യം, ഹിയർ സാർ ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു, വാട്ട് ഡസ് ദ റോബോട്ട് മീൻ? അപ്പോൾ ഇവിടെ റോബോട്ട് ഇങ്ങനെ പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? അതായത് ഇത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് റോബോട്ട് പറഞ്ഞു. എന്താണ് ഇവിടെ ഉദ്ദേശിച്ചത്? When the robot says, here sir, I did not know it was bothering you, it means that the robot was unaware that its actions of collecting and tidying Ricky's scattered belongings were causing him any distress or inconvenience. അതായത് റോബോട്ടിന് ഇവിടെ അറിയില്ലായിരുന്നു റോബോട്ട് ചെയ്യുന്ന ഈ റിക്കിയുടെ പിന്നെ പല വസ്തുക്കളും അവൻ പല ഭാഗത്തായിട്ട് എറിഞ്ഞ വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും എല്ലാം എടുത്ത് പിറക്കി വെക്കുന്നത് റിക്കിക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് താൻ അറിഞ്ഞില്ല എന്നാണ് റോബോട്ട് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, 5 ചോദ്യങ്ങളാണുള്ളത്. അതിൽ അവസാനത്തെ ചോദ്യമാണ്, വാട്ട് ചേഞ്ചസ് കെയിം അബൌട്ട് ഇൻ റിക്കീസ് ബിഹേവിയർ? ഈ കഥയുടെ അവസാനത്തിൽ റിക്കിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അവൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? റിക്കി അണ്ടർവെന്റ് സെവറൽ ചേഞ്ചസ് ഇൻ ഹിസ് ബിഹേവിയർ. റിക്കിക്ക് അവൻ്റെ സ്വഭാവത്തിൽ ധാരാളം മാറ്റങ്ങളുണ്ടായി. ആ മാറ്റങ്ങളാണ് ഇവിടെ 3 കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഹി ബിക്കെയിം മോർ റെസ്പോൺസിബിൾ ആൻഡ് സ്റ്റാർട്ടഡ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് ബിലോങ്ങിങ്സ്. അവൻ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ള ഒരാളായി മാറി. അതുപോലെ തൻ്റെ വസ്തുക്കൾ അവൻ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ അടുക്കി ഒതുക്കി വെക്കാൻ തുടങ്ങി.
ഹി മെയ്ഡ് ആൻ എഫേർട്ട് ടു കീപ്പ് ഹിസ് തിങ്സ് ടൈഡി ആൻഡ് ഓർഗനൈസ്ഡ്. അവൻ്റെ സാധനങ്ങളെല്ലാം വൃത്തിയായിട്ട് അടുക്കി വെക്കാനും അവൻ ശ്രമിക്കാൻ തുടങ്ങി. ഹി ബിക്കെയിം മോർ കൺസിഡറേറ്റ് അബൌട്ട് ദ നീഡ്സ് ഓഫ് അതേഴ്സ്. അതുപോലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് ഏതൊക്കെ രീതിയിൽ തനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ചും അവൻ ആലോചിക്കാൻ തുടങ്ങി. സ്റ്റാർട്ടഡ് യൂസിങ് ഹിസ് പോക്കറ്റ് മണി ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ബൈ തിങ്സ് ഫോർ ദോസ് ഇൻ നീഡ്. അങ്ങനെ തൻ്റെ പോക്കറ്റ് മണി, തൻ്റെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് പാവപ്പെട്ടവരായ ആളുകളെ സഹായിക്കാനും അതുപോലെ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനും ഒക്കെ ഇവിടെ റിക്കി ആരംഭിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.